സി സി കെ ശശീന്ദ്രൻ ഒരുപക്ഷെ നേരത്തെ സജീവൻ ചൂണ്ടിക്കാട്ടിയതാണ് ഈ ഒരു കത്ത്. ആ കത്ത് എവിടെയെന്ന് അന്നത്തെ കെ സുധാകരൻ കെ പി സി അധ്യക്ഷൻ ചോദിച്ചതാണ്. സമാനമായ ഒരു പ്രതികരണമാണ് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എൻ എം വിജയൻ്റെ കുടുംബത്തിന് നൽകുന്ന സഹായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് എൻ എം വിജയൻ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടതാണ്. ശ്രീ സജീവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിനെ കറക്റ്റ് ചെയ്യേണ്ട ഒരു ദേശീയ നേതൃത്വമുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. കോൺഗ്രസ്, സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആ പാർട്ടി നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ നടത്തുന്നതാണ് ഈ പാർട്ടിയുടെ രീതി. അതിനൊപ്പം നിൽക്കാത്തവർ ആത്മഹത്യയിലേക്ക് പോകണം. അതുതന്നെയല്ലേ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം കൂടി ഈ സന്ദേശം നൽകുന്നത്? വിജയൻ ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഇടപെടാൻ ഒരവസരം ഉണ്ടായിരുന്നു. ദേശീയ നേതാക്കളായിരുന്നു വയനാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത്. അന്ന് വളരെ വൈകിയാണ് വന്ന് കണ്ടത്, പക്ഷേ ഇടപെട്ടില്ല. അവർ പിന്നീട് കാണാനും സമ്മതിച്ചില്ല. അവർ വയനാട്ടിൽ വരുമ്പോൾ, എം പി വയനാട്ടിൽ വരുമ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആഡംബര ഹോട്ടലായ താജ് ഹോട്ടലാണ്. വേറെ എവിടെയും അവർ താമസിക്കുന്നത് കാണുന്നില്ല. താജ് ഹോട്ടലാണ് എന്നും ഒന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഡംബരപരമായി ഒരു രീതിയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന്. മറ്റൊന്ന്, അവർക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. എല്ലാ അർത്ഥം സംഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. തൻ്റെ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങേയറ്റത്തെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരും കുതികാൽ വെട്ടുന്നവരും പരസ്പരം ഒറ്റുകൊടുക്കുന്നവരും വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്നവരുമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ നേതൃത്വത്തിന് പകരം പുതിയ നേതൃത്വത്തെ കണ്ടെത്താനോ ഒക്കെ ഉള്ള ഉത്തരവാദിത്വം അവരാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണമെന്നൊക്കെ അവരാണ് ആലോചിക്കേണ്ടത്. അതിൻ്റെ സംഘടനാ കാര്യങ്ങൾക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ എം പി ആരെ കൂടെ നിൽക്കണം? ആ ചോദ്യം ഞാൻ വീണ്ടും ഉന്നയിക്കുകയാണ് പ്രിയപ്പെട്ട റിജിയോട്. ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ കൈരളിയുടെ ഈ ഇത് കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, എം പി ആരെ കൂടിയാണ് നിൽക്കേണ്ടത്? വേട്ടക്കാരോടൊപ്പം നിൽക്കണോ, ഇരകളുടെ നിൽക്കണോ? വേട്ടക്കാരോടൊപ്പമാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരകളെ കാണാനേ പോകുന്നില്ല. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട സജീവൻ സൂചിപ്പിച്ചതുപോലെ ഒരു വനിതയാണല്ലോ പത്മജ. അവരൊരു വീട്ടമ്മയാണ്, വിജയേട്ടൻ്റെ മരുമകളാണ്. അവർ ആ കുടുംബത്തെ പോറ്റാൻ എന്തുമാത്രം പ്രയാസപ്പെടുന്നു നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവരുടെ ഭർത്താവ് വിജേഷ് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ കിടക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ പോറ്റണം. അതിനിടയ്ക്ക് അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടബാധ്യതയുള്ളവർ വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിയും? അവിടെയാണ് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് പറഞ്ഞത്, ഞങ്ങൾ കൊടുത്ത പണം കൊണ്ടാണ് അവർ പുതിയ കടകളും മറ്റും ആരംഭിച്ചിരിക്കുന്നതെന്ന്. ഇന്നലെ ഞങ്ങളോട് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കട ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കടം മേടിച്ചിട്ടാണ്, ബാങ്ക് ലോൺ വഴിയാണ്. ഇതും അതുമായിട്ട് കൂട്ടിക്കുഴച്ച് ഞങ്ങളെ അപമാനിക്കുകയാണ്, ജീവിക്കാൻ കഴിയുന്നില്ല. ഇതാണ്. ഇതിനൊരു പരിഹാരം കാണാൻ എം പിക്ക് ഉത്തരവാദിത്വമില്ലേ? ഇതെല്ലാം എം പിക്ക് അറിയാലോ. എം പി ദേശീയ നേതാവായിരിക്കാം, ഞങ്ങൾ ആ അർത്ഥത്തിൽ അവർ ബഹുമാനിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ നേതാവായൊരു എം പി സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർക്കുണ്ടാകുന്ന പീഡാനുഭവങ്ങൾ കണ്ട് അതിന് കൂട്ടുനിൽക്കുകയാണോ വേണ്ടത്? അത് അരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലേ? അതുവരെ ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. ആളുകളതൊക്കെ കാണുകയല്ലേ. എം പി ആരെ കൂടിയാണ് സഞ്ചരിക്കുന്നത്? ഇവർക്ക് ആത്മഹത്യ ചെയ്യാനിടയാവുന്ന രീതിയിൽ പത്രങ്ങൾക്ക്, ചാനലുകൾക്ക് അഭിമുഖ സംഭാഷണം കൊടുത്ത ആളുടെ കൂടെ എം പി അടക്കുകയാണ്. പോട്ടെ, രാഷ്ട്രീയമായിട്ട് സംഘടനകളായിട്ട് പോയി വിചാരിക്കുക, ഇവിടെയും പോയി നോക്കണ്ടേ? ആശുപത്രിയിൽ ചെന്ന് കാണണ്ടേ? അവരെ പഞ്ചായത്ത് മെമ്പർ മരിച്ചുപോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ഏറ്റവും നല്ലപോലെ UDFൻ്റെ വർക്ക് ചെയ്ത ഒരാളാണല്ലോ, പ്രവർത്തിച്ച ഒരാളാണല്ലോ പഞ്ചായത്ത് മെമ്പറും മണ്ഡലം ഭാരവാഹി കൂടിയായിട്ടുള്ള ജോസ്. പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. ഇത് നാട്ടിലെ ജനങ്ങളാകെ കാണുന്നില്ലേ? സാധാരണ കോൺഗ്രസ്സുകാർ കാണുന്നില്ലേ? ഇതിനെ രാഷ്ട്രീയമായിട്ടാണോ രജി കാണുക? നിങ്ങളുടെ നാട്ടിലൊരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഒരാൾ മരിച്ചാൽ നിങ്ങളൊക്കെ വീട്ടിൽ പോകുന്നില്ലേ? നിങ്ങളുടെ അവിടെ MLA വീട്ടിൽ പോവില്ലേ? അതല്ലേ കേരളത്തിൻ്റെ ഒരു സംസ്കാരം. ആ കേരളത്തിൻ്റെ സംസ്കാരത്തെ അട്ടിമറിക്കുക കൂടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോണ്ടേ? MLAക്ക് പ്രവേശനമില്ല, ആ കുടുംബം MLA വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് MLA പോണ്ടാചാരിക്കുക. MP വിലക്കില്ലല്ലോ, MP ആരും വിലക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എത്രമാത്രം ആശ്വാസം ഉണ്ടാവും? ഈ വിഷയങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം അവർക്ക് ഉപയോഗിക്കാമല്ലോ. അതൊന്നും MP നിർവഹിക്കുന്നില്ല. അവിടെയാണ് വിഷയം. MP ദേശീയ നേതാവ് നിലക്ക് എല്ലാ മരിച്ച വീട്ടിലും പോകാൻ കഴിയുമോ എന്നുള്ള ലളിതമായൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയല്ല വേണ്ടത്. എല്ലാ മരിച്ച വീട്ടിലും അല്ല പോകേണ്ടത്. ഒരാളുടെ ജീവൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായ സംഘടനാ പ്രശ്നം മൂലം ഒരാളെ പീഡിപ്പിക്കുകയാണ്. രജി നേരത്തെ പറഞ്ഞു, എന്താ പുതിയ അന്വേഷണം നടത്തി പ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ ജയിലിലാണ്.
അടുത്ത പിന്നെ അന്വേഷണം നടത്തിയാൽ ഈ പിന്നെ മറ്റു ആളുകളിലേക്കൊക്കെ ഇത് പോകും. അതിലൊക്കെ കൊണ്ട് വേവലാതി കൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു, എന്നെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചു കളഞ്ഞു, എൻ്റെ കുടുംബത്തെ ആക്രമിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ജോസ് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയത്. ഒരിക്കലും നമുക്ക് അതിനോടൊന്നും യോജിപ്പില്ല. അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ മരിച്ചവരെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തല്ലോ. അതിന് പ്രേരിപ്പിച്ചത് നിങ്ങളാണ്. അതിന് അറുതി വരുത്താൻ നേരെ വയനാട് മണ്ഡലത്തിലെ MP എന്ന നിലക്ക് നിങ്ങളുടെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് തടയിടാനുള്ള സംഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്, രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്, മാനുഷികമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മാനുഷിക നിലപാട് പോലും സ്വീകരിക്കുന്നില്ല MP. അവിടെയാണ് വിഷയം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും കൊള്ളക്കാരുടെയും ഗുണ്ടാസംഘങ്ങളെ പോലെ പെരുമാറുകയാണ്. ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടാസംഘങ്ങൾ പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത്. ആയുധമെടുത്ത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച ആളുകളെ കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആളെ ജീവിക്കാതിരിക്കാൻ, ആളുകളെ ജീവിതം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്ന രീതിയിലേക്കുള്ള മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനെയാണ് നിങ്ങൾ ഇത് അത് തന്നെയാണ് ശ്രീ CK ശശീന്ദ്രൻ